ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ പൂർവ പീഠികയിൽ ധ്യാന ശ്ലോകങ്ങളാണ്. 2 ശ്ലോകം കൂടി ബാക്കിയുണ്ട്, അത് നമുക്കിന്ന് വായിക്കാം. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. അടുത്ത ശ്ലോകം. ഛായായാം വാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമം ആയതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. ഇതാണ് ശ്ലോകം. ഇനി ആ ശ്ലോകം ഒന്നും കൂടി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ശംഖചക്രം, ശംഖും ചക്രവും, സ എന്ന് പറഞ്ഞാൽ കൂടിയത്, ശംഖിനോടും ചക്രത്തോടും കൂടിയതും, അതായത് ശംഖും ചക്രവും ഉള്ളതും, കിരീടകുണ്ടലം, കിരീടത്തോടും കുണ്ടലത്തോടും കൂടിയത്, കുണ്ടലവും ധരിച്ചിട്ടുണ്ട് കിരീടവും ധരിച്ചിട്ടുള്ളവനും, ശംഖ് ചക്രം ഇവ ധരിച്ചിരിക്കുന്നവനും, കിരീടവും കുണ്ടലവും ധരിച്ചിരിക്കുന്നവനും, പീതവസ്ത്രം, പീതം മഞ്ഞയാണ്, വസ്ത്രം ഇത് വസ്ത്രം തന്നെ, അപ്പം മഞ്ഞപ്പട്ട് ആണ് ഭഗവാൻ ഉടുത്തിരിക്കുന്നത്. അപ്പം പീതവസ്ത്രം മഞ്ഞപ്പട്ടോടു കൂടിയവനും, സരസീരുഹേക്ഷണം, സരസ് എന്ന് പറഞ്ഞാൽ കുളം എന്നൊക്കെ അർത്ഥം. സരസിൽ രുഹമാകുന്നത്, അത് താമര, വെള്ളത്തിൽ മുളയ്ക്കുന്നത്, വെള്ളത്തിലുണ്ടാകുന്നത് സരസീരുഹം, താമര. ഈക്ഷണം, ഈക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, 2 കണ്ണുകൾ. അപ്പോൾ താമര പോലെയുള്ള കണ്ണുകളോട് കൂടിയവനും, താമര പോലെയുള്ള കണ്ണുകളെന്ന് പറഞ്ഞാൽ അത്ര നല്ല കുളിർമ നൽകുന്നതും താമര ഇതൾ പോലെ വികസിച്ചതും നീണ്ടതുമായ കണ്ണുകളോട് കൂടിയവനും, സഹാരവക്ഷസ്ഥലശോഭി കൗസ്തുഭം, സഹാരം, ഹാരത്തോടു കൂടിയ, ഹാരം എന്ന് പറഞ്ഞാൽ മാലകൾ, മാലകൾ വക്ഷസ്ഥലത്ത് മാറിടത്തിൽ മാലകൾ അണിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ശോഭിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശോഭി, കൗസ്തുഭം, കൗസ്തുഭരത്നത്താൽ ശോഭിക്കുന്നതും. അപ്പോൾ കൗസ്തുഭരത്നത്താൽ ശോഭിക്കുന്നതും മാലകളോടും കൂടിയ വക്ഷസ്ഥലത്തോടു കൂടിയവനും ആയ നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം. അപ്പം 4 കൈകളോട് കൂടിയ ആ മഹാവിഷ്ണുവിനെ ശിരസാ നമാമി, ഞാൻ ശിരസ്സുകൾ കൊണ്ട് നമിക്കുന്നു, നമസ്കരിക്കുന്നു എന്നർത്ഥം. അപ്പം സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. നമാമി വിഷ്ണു, വിഷ്ണുവിനെ നമിക്കുന്നു, നമസ്കരിക്കുന്നു. എങ്ങനെയുള്ള വിഷ്ണുവിനെ എന്നാണ് ബാക്കിയൊക്കെ. അത് നമസ്കരിക്കുന്നത് എങ്ങനെയാണ്? ശിരസാ നമിക്കുന്നു, ശിരസ് കൊണ്ട് നമിക്കുന്നു. എങ്ങനെയുള്ള വിഷ്ണുവിനെ? 4 കൈകളുള്ളവനും, ചതുർഭുജം, ഭുജം കൈയാണ്, ചതുഹു 4ആണ്, 4 കൈകളുള്ളവനും, ശംഖും ചക്രവും കിരീടവും കുണ്ടലവും പട്ടുവസ്ത്രവും ധരിച്ചിരിക്കുന്നവനും, താമര പോലെയുള്ള കണ്ണുകളോട് കൂടിയവനും, വക്ഷസ്ഥലത്ത് മാറിടത്തിൽ ഹാരവും കൗസ്തുഭവും ഉള്ളവനും ആയ വിഷ്ണുവിനെ ശിരസ നമസ്കരിക്കുന്നു.
ശംഖും ചക്രവും ധരിച്ചവനും കിരീടവും കുണ്ടലവും അണിഞ്ഞവനും മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്നവനും താമര പോലെ ഉള്ളതും നീണ്ടതും കുളിർമ നൽകുന്നതുമായ കണ്ണുകളുള്ളവനും കൗസ്തുഭരത്നം ഹാരങ്ങൾ എന്നിവയാൽ ശോഭിക്കുന്ന വക്ഷസ്ഥലത്തോടു കൂടിയവനും, വക്ഷസ്ഥലം മാറിടം, ശോഭിക്കുന്ന സ്ഥലമുള്ളവനും 4 കരങ്ങളുള്ളവനും ആയ വിഷ്ണുവിനെ തല കുമ്പിട്ട് നമസ്കരിക്കുന്നു എന്ന് അർത്ഥം. അടുത്ത ശ്ലോകം. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമം ആയതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. കൃഷ്ണം ആശ്രയേ, ആ ശ്രീകൃഷ്ണനെ ഞാൻ ആശ്രയിക്കുന്നു. എങ്ങനെയുള്ള കൃഷ്ണനെ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ ബാക്കി മുഴുവൻ. ഛായായാം, ഛായ എന്ന് പറഞ്ഞാൽ തണൽ. ഛായായാം, എന്തിൻ്റെ ഛായ? പാരിജാതസ്യ ഛായ, പാരിജാത വൃക്ഷത്തിൻ്റെ തണലിൽ ഹേമസിംഹാസനോപരി, ഹേമം സ്വർണം, സിംഹാസനം ഇരിപ്പിടം, ഉപരി മുകളിൽ, ആസീനം, ആസീനം ഇരിക്കുന്നവൻ, ആസനം ചെയ്തിരിക്കുന്നവൻ, ആസീനം, അംബുദശ്യാമം മേഘം പോലെ കറുത്തവനും കറുത്ത കളറുള്ളവനും, ആയത അക്ഷം, ആയതം എന്ന് പറഞ്ഞാൽ വിശാലമായത്, വിശാലമായ അല്ലെങ്കിൽ വിശാലം തന്നെ, വിസ്തരിച്ച കണ്ണുകൾ, വിശാലമായ അല്ലെങ്കിൽ അക്ഷം, ആയത അക്ഷം, അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ്. അപ്പോൾ വികസിച്ച വിശാലമായ കണ്ണുകളുള്ളവനും ആ കണ്ണുകളാൽ അലങ്കൃതം എന്ന് പറഞ്ഞാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ചന്ദ്ര ആനനം, ചന്ദ്രനെ പോലെ ശോഭയുള്ള ആനനം, മുഖമുള്ളവനും, ചതുർബാഹും, ചതുഹു 4, ബാഹു കയ്യ്, അപ്പം 4 കൈകളോട് കൂടിയവനും, ശ്രീവത്സ അങ്കിതം, ശ്രീവത്സം എന്ന മറുക് വക്ഷസിൽ ധരിച്ചിരിക്കുന്നു. അപ്പം ഭഗവാന്റെ മാറിടത്തിൽ ശ്രീവത്സം എന്ന മറുകുള്ളവനുമായ രുക്മിണീ സത്യഭാമാഭ്യം, സത്യഭാമയോടും രുക്മിണിയോടും സമേതനായി, അതായത് രുക്മിണീ ദേവിയും സത്യഭാമാദേവിയും 2 പേരോടും കൂടിയിരിക്കുന്ന, സഹിതം കൂടിയവനായ കൃഷ്ണമാശ്രയെ, ആ കൃഷ്ണനെ ഞാൻ ആശ്രയിക്കുന്നു. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനം അംബുദശ്യാമമായതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. പാരിജാത വൃക്ഷത്തണലിൽ സ്വർണസിംഹാസനത്തിന്മേൽ രുക്മിണീ സത്യഭാമ സമേതനായിരിക്കുന്നവനും, കാർമേഘത്തിൻ്റെ നിറമുള്ളവനും വിശാലമായ കണ്ണുകളുള്ളവനും ചന്ദ്രനെ പോലെ ശോഭയുള്ള മുഖമുള്ളവനും 4 കൈകളുള്ളവനും മാറിടത്തിൽ ശ്രീവത്സം എന്ന മറുകുള്ളവനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് അർത്ഥം. ഇനി 2 ശ്ലോകങ്ങളുമായി ഒരിക്കൽ കൂടി അർത്ഥം പറയാം. സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ശംഖും ചക്രവും ധരിച്ചവനും കിരീടവും കുണ്ടലങ്ങളും അണിഞ്ഞവനും മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്നവനും താമര പോലെയുള്ളതും നീണ്ടതും കുളിർമ നൽകുന്നതുമായ കണ്ണുകളുള്ളവനും കൗസ്തുഭരത്നം ഹാരങ്ങൾ എന്നിവയാൽ ശോഭിക്കുന്ന വക്ഷസ്ഥലമുള്ളവനും 4 കൈകളുള്ളവനും ആയ വിഷ്ണുവിനെ തല കുമ്പിട്ട് നമസ്കരിക്കുന്നു. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനം അംബുദശ്യാമമായതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. പാരിജാത വൃക്ഷത്തണലിൽ സ്വർണസിംഹാസനത്തിന്മേൽ രുക്മിണീ സത്യഭാമാ സമേതനായിരിക്കുന്നവനും
കാർമേഘത്തിൻ്റെ നിറമുള്ളവനും വിശാലമായ കണ്ണുകളുള്ളവനും ചന്ദ്രനെ പോലെ ശോഭയുള്ള മുഖമുള്ളവനും 4 കൈകളുള്ളവനും മാറിടത്തിൽ ശ്രീവത്സം എന്ന മറുകുള്ളവനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.